നമസ്കാരം. വൃശ്ചിക രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് 2025 മെയ് 24 മുതൽ 30 വരെയുള്ള ഈ ആഴ്ച എങ്ങനെയായിരിക്കും? നമുക്കൊരുമിച്ച് നോക്കാം, അല്ലേ? ഈ ആഴ്ച എന്തൊക്കെയാണ് നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോ നമ്മളെ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ ഈ ആഴ്ചയിലെ ഒരു പൊതുവായ എനർജി എങ്ങനെയുണ്ടെന്ന് നോക്കും. പിന്നെ നിങ്ങളുടെ പണം, ജോലി, ബന്ധങ്ങൾ, ആരോഗ്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. കടസിയിൽ ഈ ആഴ്ചയെ എങ്ങനെ നമ്മുടെ വരുതിയിലാക്കാം എന്നതിനുള്ള ചില ടിപ്സുമുണ്ടാകും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ ആഴ്ചയുടെ മൊത്തത്തിലുള്ളൊരു വൈബ് എന്താണെന്ന് നോക്കാം. കാരണം ഇതായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കാൻ പോകുന്നത്. ഈ ആഴ്ചയുടെ പ്രധാന തീമെന്ന് പറയുന്നത് ആത്മപരിശോധനയാണ്. അതായത് കുറച്ചൊന്ന് ഉള്ളിലേക്ക് നോക്കാനുള്ള സമയമാണിത്. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഈയൊരു ഉള്ളിലേക്കുള്ള നോട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഒന്നാമതായി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതായത് ഉൾവിളി, ഭയങ്കര ഷാർപ്പായിരിക്കും. ചിലപ്പോൾ നിങ്ങളറിയാതെ ഒളിഞ്ഞിരുന്ന പല സത്യങ്ങളും പുറത്തുവരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കുറച്ച് ഇമോഷണൽ ആകാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഒന്നോർക്കുക, വരുന്ന ഏതൊരു വെല്ലുവിളിയും ശരിക്കും ഒരു പുതിയ അവസരമാണ്. ഇനി നമുക്ക് പൈസയുടെ കാര്യത്തിലേക്ക് വരാം. ഈ ആഴ്ച സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. എടുത്തുചാടി തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. പെട്ടെന്നൊരാവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത ചെലവ് വന്നാൽ, അതിനെ നേരിടാൻ നിങ്ങളുടെ ബഡ്ജറ്റ് റെഡിയാണോ? ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. കണ്ടില്ലേ, ഈ ആഴ്ച പെട്ടെന്നുള്ള ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പഴയ കടങ്ങളൊക്കെ വീണ്ടും തലപൊക്കിയെന്നും വരാം. അതുകൊണ്ട് പണത്തിന്റെ കാര്യത്തിൽ ഒരു തിടുക്കവും വേണ്ട. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. അതുപോലെ ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നതും തൽക്കാലത്തേക്ക് ഒഴിവാക്കുക. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ കരിയറിലേക്ക് വരാം. ജോലിസ്ഥലത്ത് ചില മാറ്റങ്ങളെക്കുറിച്ചോ പുതിയ വഴികളെക്കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരാഴ്ചയായിരിക്കും ഇത്. ഈ ഒരു വാചകം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ജോലിസ്ഥലത്തെ അവസ്ഥയെ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിക്കുള്ള അംഗീകാരം ഉറപ്പായും കിട്ടും. പക്ഷേ അതിന് കുറച്ച് സമയമെടുത്തെന്നിരിക്കും. അതുകൊണ്ട് ക്ഷമ കൈവിടാതിരിക്കുക, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ആഴ്ച എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നുകൂടി നോക്കുക. പുതിയ സ്കിൽസ് വല്ലതും പഠിക്കാൻ പറ്റുമോ നോക്കുക. നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ഓഫീസ് പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുക. പെട്ടെന്നൊരു റിസൾട്ട് പ്രതീക്ഷിക്കരുത്. പിന്നെ എടുത്തുചാടി ജോലി മാറാനും നിൽക്കരുത്. ഇനി നമുക്ക് ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഇമോഷണൽ കാര്യങ്ങളിലും കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഉണ്ടായിരുന്ന ചില പഴയ പ്രശ്നങ്ങൾ ഈ ആഴ്ച വീണ്ടും പൊങ്ങിവരാൻ സാധ്യതയുണ്ട്. പക്ഷേ പേടിക്കേണ്ട, അതിനെ ഒരു പ്രശ്നമായി കാണരുത്. മറിച്ച് ആ വിഷയങ്ങൾ എന്നേക്കുമായി സംസാരിച്ചു തീർക്കാനുള്ള ഒരു നല്ല അവസരമായി ഇതിനെ കാണുക. ഈ ആഴ്ച സംസാരിക്കുമ്പോൾ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു വശത്ത് നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയണം. മറുവശത്ത് ആ പറയുന്ന കാര്യങ്ങൾ ദയോടും സ്നേഹത്തോടും കൂടി വേണം പറയാൻ. അതായത് സത്യം പറയണം, പക്ഷെ ആരെയും വേദനിപ്പിക്കാതെ. അടുത്തത് നമ്മുടെ ആരോഗ്യം. ഈ ആഴ്ച നിങ്ങളുടെ എനർജി ലെവൽസിനും സെൽഫ് കെയറിനും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടിവരും. കണ്ടില്ലേ, ഈ ആഴ്ച നിങ്ങളുടെ എനർജി ലെവൽ ഒരുപോലെ നിൽക്കില്ല. ചിലപ്പം നല്ല ഉഷാറുണ്ടാവും, ചിലപ്പം പെട്ടെന്ന് ക്ഷീണം തോന്നും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം എന്താ? വിശ്രമം, റെസ്റ്റ് എടുക്കുന്നതിന് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിനായി ഈയൊരു ചെക്ക്ലിസ്റ്റ് ഫോളോ ചെയ്യാം. ഒന്നാമതായി, മെന്റൽ ഹെൽത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുക. മെഡിറ്റേഷനോ യോഗയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്ട്രെസ് കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിന് വിശ്രമിക്കുക. അവസാനമായി, ഈ ആഴ്ചയിലെ മൊത്തത്തിലുള്ള ഈ എനർജിയെ എങ്ങനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാം എന്ന് നോക്കാം. അതിനായി ചില സിമ്പിൾ ടിപ്സ് ഉണ്ട്. ഇതൊരു വീക്ക്ലി ടൂൾ കിറ്റായി കണ്ടോളൂ. ഈ 3 കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഒന്നാമതായി, എല്ലാ ദിവസവും രാവിലെ സൂര്യന് ജലമർപ്പിക്കുന്നത് നല്ലതാണ്. രണ്ടാമതായി, വിഭാസന പോലുള്ള മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഇൻറ്റ്യൂഷൻ കൂട്ടാനും സഹായിക്കും. മൂന്നാമതായി, ചില പ്രത്യേക നിറങ്ങൾ ഉപയോഗിക്കുന്നതും പോസിറ്റീവ് എനർജി നൽകും. ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും നല്ല നിറങ്ങൾ നീലയും ചുവപ്പുമാണ്. നിങ്ങളുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ചുറ്റുമുള്ള വസ്തുക്കളിലോ ഈ നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ആഴ്ച സ്വയം ഉള്ളിലേക്ക് നോക്കാനുള്ള സമയമാണ് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ഉള്ള ഏതു വലിയ സത്യമായിരിക്കും നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ.